ഇന്നലെ വൈകുന്നേരം ആയപ്പം മിക്കവാറും യൂട്യൂബ് ചാനലൊക്കെ വന്ന വാർത്തയാണ്. ജാസ്മിൻ്റെ വാപ്പ കയറി ജാസ്മിനെ തല്ലുന്നു, അവിടെ ഇല്ലാത്ത ബഹളമൊക്കെ ഉണ്ടാക്കി, ജാസ്മിൻ്റെ മാല വലിച്ചു പൊട്ടിക്കുന്നു, അതുപോലെ ഗബ്രിയുടെ ഫോട്ടോ വലിച്ചു കീറുന്നു എന്നുള്ള രീതിയിലുള്ള ഒത്തിരി വാർത്തകൾ ഇന്നലെ യൂട്യൂബ് ചാനലുകളിലെല്ലാം വന്നു. ഞാൻ ഏതായാലും വീഡിയോ ഇട്ടില്ല. വിടാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഈയിടെ നമ്മുടെ ജാസ്മിൻ അപ്സരയെ തള്ളി ജാസ്മിൻ പുറത്തേക്ക് എന്നുള്ളൊരു വാർത്ത ഉണ്ടായിരുന്നു. എല്ലാവരും ഇട്ടതാ. നമുക്ക് പിന്നെ ഞാനിട്ടത് എന്ന് പറഞ്ഞാൽ തല്ലിയോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനിട്ടത്. അത് സത്യം പറയാൻ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അപ്പം വാർത്തകൾ കൂട്ടി ഒത്തിരി ഉണ്ടാകുന്നു എന്നുള്ളതൊരു സത്യം തന്നെയാണ്. അതുകൊണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ അറിയാതെ ഇടണ്ട എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഇട്ടില്ല എന്നുള്ളതാണ്. ഇപ്പം പലരും അതിനകത്ത് കയറിയിട്ട് അങ്ങനെയൊന്നും സംഭവിച്ചില്ല. സാധാരണ ഒരു പിതാവ് ചെയ്യുന്ന പോലെ തന്നെ മാല ഊരി വാങ്ങുകയാണ് ചെയ്തത്. എന്നിട്ട് കൊണ്ടുവന്നൊരു മാല ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ ഗബ്രിയുടെ ഫോട്ടോ എടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. വലിച്ചു കീറുന്നതൊന്നും നമ്മൾ കണ്ടില്ല. വളരെയധികം സോഫ്റ്റായിട്ട് ഒരു പിതാവ് എങ്ങനെയാണോ മകളോട് പെരുമാറേണ്ട ആ രീതിയിൽ തന്നെയാണ് പെരുമാറിയത്. അത്ര കട്ടക്കടുപ്പിലൊന്നും ജാസ്മിൻ്റെ അച്ഛൻ നിന്നതായിട്ടൊന്നും കണ്ടതുമില്ല. അപ്പം ചിലർക്കൊക്കെ അതൊരു വലിയ വിഷമമായി എന്ന് തോന്നുന്നു. ജാസ്മിൻ്റെ അച്ഛൻ ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടതെന്ന് ചിലർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അവരെ ഞാൻ എന്താ പറയുക എന്ന് എനിക്കറിയില്ല. ഈ ജാസ്മിൻ്റെ അച്ഛനും അമ്മയും അവിടെ കയറി ചെന്നപ്പോൾ അവരുടെ മകളാണ് അതിനകത്ത് നിൽക്കുന്നത് എന്നുള്ള ഓർമ്മയും കൂടെ നമുക്ക് വേണം. എങ്ങനെ ഒരു പൊതുസദസ്സിൽ എങ്ങനെ പ്രതികരിക്കണം? ചിലപ്പം വീട്ടിലാണെങ്കിൽ ചിലപ്പം രണ്ട് തല്ലി കൊടുക്കും, വഴക്ക് പറയും, അങ്ങനെയൊക്കെ സംഭവിക്കാം. ഇപ്പം ക്യാമറ കണ്ടുകൊണ്ടിരിക്കുന്ന നിമിഷത്തിൽ ഇതിൽ കൂടുതൽ ഒന്നും പ്രതികരിക്കാൻ പറ്റത്തില്ല എന്ന് നമ്മൾ സ്വയം ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. ജാസ്മിനോട് ചെയ്യാവുന്ന പറ്റുന്ന മാന്യമായ രീതിയിൽ തന്നെയാണ് ആ പിതാവ് ചെയ്തത്. പിന്നെ അദ്ദേഹം മക്കളെ ചേർത്ത് നിർത്താനാണ് ശ്രമിച്ചത്. അതെനിക്ക് തോന്നുന്നു എല്ലാ മാതാപിതാക്കളും അങ്ങനെ തന്നെയാണ്. മക്കൾ എത്ര വലിയ തെറ്റ് ചെയ്താലും അവർ പുറത്ത് എത്ര അപമാനം കൊണ്ട് തല കുനിച്ചാലും അവർ മകളെ കാണുമ്പോൾ ചേർത്ത് പിടിക്കാനേ ശ്രമിക്കത്തുള്ളൂ. അത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. അതിന് അവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അങ്ങനെ അല്ലായിരുന്നു അവർ പെരുമാറേണ്ടതെന്നൊക്കെയുള്ള പല കമൻറ്റുകളും കണ്ടു. സത്യം പറഞ്ഞാൽ എനിക്ക് അത്ഭുതം തോന്നുന്നത്, നമ്മളുടെ മക്കളായാലും നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ. എത്ര തെറ്റ് പൊറുക്കാനും മാതാപിതാക്കൾക്ക് കഴിയും. ഓടി വന്നൊന്ന് കെട്ടിപ്പിടിച്ച് കഴിയുമ്പോൾ തീരുന്ന ഇതേ കാണത്തുള്ളൂ. അവർ ചേർത്ത് പിടിക്കുന്നു, ഗെയിം നന്നായി കളിക്കാൻ പറയുന്നു, നീ ഒറ്റയ്ക്ക് കളിക്കാൻ പറയുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഉപദേശങ്ങൾ അവർ കൊടുക്കുന്നു. അവർക്ക് അതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും? ജാസ്മിനെ കണ്ടപാടെ വാപ്പ രണ്ട് അടി കൊടുക്കണം, അതുപോലെ മാല വലിച്ചു പൊട്ടിക്കണം, അതുപോലെ തന്നെ അങ്ങനെ അവിടെ എല്ലാം തകർക്കണം എന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മൂടന്മാരുടെ സ്വർഗത്തിൽ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ അവിടെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അവിടെ ഒരു പിതാവ് മകളോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ തന്നെ പെരുമാറിയിട്ടുണ്ട്. മാന്യമായ രീതിയിൽ പെരുമാറിയിട്ടുണ്ട്. ഗബ്രിയുടെ ഫോട്ടോ എടുത്ത് മാറ്റുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. വലിച്ചു കീറുന്നതായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് ഉചിതമായ കാര്യമാണ്. ഗബ്രിയുടെ ഫോട്ടോ മാറ്റിയതും ഗബ്രിയുടെ മാലയൊക്കെ മാറ്റിയതും ഒക്കെ ഉചിതമായ കാര്യം തന്നെയാണ് ചെയ്തത്. അത് ജാസ്മിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നില്ല വലിയൊരു വിഷമം നേരിടുമെന്നൊന്നും. ജാസ്മിൻ ഒരു നാടകം കളിക്കാൻ വേണ്ടി ശ്രമിച്ചു. അത് തനിക്ക് പുറത്ത് സഹതാപതരംഗം ഉണ്ടാക്കും എന്ന് ജാസ്മിൻ കരുതി. അത് തുറന്നു പോകാൻ ശ്രമിച്ചത്. പക്ഷെ പുറത്ത് നിന്ന് വാപ്പയും ഉമ്മയും വന്നു കഴിഞ്ഞപ്പം അത് തനിക്ക് പാളിച്ച പറ്റിപ്പോയി എന്ന് മനസ്സിലാക്കാനുള്ള കഴിവുള്ള വ്യക്തി തന്നെയാണ് ജാസ്മിൻ. അല്ലാതെ ഗബ്രിയോട് ഭയങ്കര സ്നേഹമാണ്, ലവെന്നൊന്നും പറയാൻ എനിക്കാവുന്നില്ല. ഏതായാലും ജാസ്മിൻ്റെ വാപ്പയും ഉമ്മയും പുറത്തിറങ്ങി.